എന്തായാലും ഞാനൊരു കൗതുകം നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കാൻ കേട്ടോ. ഒരു വെറും കൗതുകം, ഒരു ദുരുദ്ദേശവുമില്ലാതെ ഒരു കൗതുകം പങ്കുവെക്കാം. ഈ പാറ്റ പോരാളികളെ പോറ്റുന്ന പോറ്റാളികൾ സുടുക്കളല്ല കേട്ടോ. As we are aware, yesterday the country has been witnessed a very brutal attack, police attack against students and youth. കണ്ടല്ലേ, ഇത്രയധികം ബ്രൂട്ടലായിട്ടുള്ള അറ്റാക്കിനും തങ്ങളെ പരാജയപ്പെടുത്താനാകില്ല എന്നാണ് ഇന്ത്യയിലെ യൗവനം, വിദ്യാർത്ഥികൾ ഒക്കെ പ്രഖ്യാപിക്കുന്നത്. എന്തായാലും അങ്ങനെ അവഗണന അസഹനീയമായപ്പോൾ അവർ പോലീസിനെ പരിഹസിച്ചും പ്രകോപിപ്പിച്ചും തല്ലുവാങ്ങാൻ നോക്കി. തല്ലുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ജനശ്രദ്ധ ആകർഷിക്കാൻ അവർ പരമാവധി പരിശ്രമിച്ചു. പ്രകോപനം ഏശിയില്ല. പോലീസുകാർ കണ്ണടച്ചു. प्रोटीन से एक टीके नहीं आई हूँ मैं सर, बता दो मानने वाले हो नहीं सर, पहले बता देना प्रोटीन से एक नहीं पिया, भाग नहीं पाऊंगी मैं सर, എന്നാൽ ജൂൺ 28 പ്രമുഖ ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള സോനം വാങ്ചുക് അനിശ്ചിതകാല നിരാഹാരം തുടങ്ങിയതോടുകൂടി സ്ഥിതി മാറി, കുറെയൊക്കെ മാറി. സ്വാഭാവികമായും പാറ്റകളിലേക്ക് മാധ്യമ ശ്രദ്ധ അല്പാൽപമായിട്ട് തിരിഞ്ഞു. ജൂലൈയുടെ ആദ്യ ആഴ്ചകളിൽ പാറ്റകൾ പാട്ടും റീലും ഒക്കെ ആഘോഷിച്ചു, നമ്മൾ കണ്ടതാണ്. രണ്ടാമത്തെ ആഴ്ച ആയപ്പോഴേക്കും നിരാഹാരം മാത്രമായി കഴിഞ്ഞിരുന്ന വാങ്ചുക് ചത്തുപോകുമെന്ന ഒരു ഘട്ടം വന്നു. ചാവാൻ മുട്ടിക്കിടക്കുന്ന സോനം വാങ്ചുക്കിനെ പാറ്റകൾക്കിടയിൽ നിന്നും പോലീസുകാർ വേട്ടയാടി പിടിക്കുന്നത് ജൂലൈ 18-നാണ്. അതെ, 18-നാണ്. ബലാത്കാരമായി അയാളുടെ ആമാശയത്തിൽ അവർ അന്നവും നിക്ഷേപിച്ചു കളഞ്ഞു. ആഴ്ചകൾക്ക് ശേഷം തീറ്റയുടെ രുചിയറിഞ്ഞ വാങ്ചുക് നിരാഹാരം അവസാനിപ്പിച്ച് ഭാര്യയെയും കൂട്ടി തൃപ്തിയുടെ ഏമ്പക്കമൊക്കെ അങ്ങോട്ടേക്ക് മുഴക്കിക്കൊണ്ട് വീട്ടിലേക്കും പോയി. എന്നാൽ സോനം വാങ്ചുക്കിനെ സമരപ്പന്തലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയപ്പോൾ പെട്ടുപോയത് സത്യത്തിൽ അഭിജിത്ത് ദീപ്കയാണ്. കാരണം അയാളാണല്ലോ ന്യായമായും പിന്നെ നിരാഹാരം കിടക്കേണ്ടത്. നിരാഹാരം ആരംഭിച്ച് പിറ്റേന്ന് പ്രാതൽ നേരമായപ്പോൾ അഭിജിത്ത് ദീപ്കെ ഗൃഹാതുരത്വം നിറഞ്ഞ ഭക്ഷണ സ്മരണയിൽ വാവിട്ട് നിലവിളിക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ് അല്ലേ. അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ അത് പൊങ്ങൻ സാഹിത്യമടിക്കുകയാണെന്ന് തോന്നാം. പക്ഷെ ഞാനൊന്ന് ആസ്വദിച്ച് സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അമേരിക്കയിൽ സുഖിച്ച് ജീവിച്ചവനാണെന്ന് ഓർക്കണം. അബദ്ധവശാൽ നേതാവായവനാണ്. തിന്നാതെയും കുടിക്കാതെയും എത്ര നാൾ കിടക്കുമെന്നാണ്. പറ്റുമോ? എന്തായാലും ജൂലൈ 19-20 ആയപ്പോഴേക്കും പാറ്റകൾക്ക് അഭൂതപൂർവമായിട്ടുള്ള ഒരു പിന്തുണ ലഭിച്ചു. കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും സമരം ഏറ്റെടുത്തു. പാറ്റകൾ പ്രധാനമന്ത്രിയുടെ വസതിയെ നോട്ടമിട്ടു. അവർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. അക്ഷരാർത്ഥത്തിൽ കലാപം അഴിച്ചുവിടുന്ന കാപാലികരായി പാറ്റകൾ മാറി. വനിതാ റിപ്പോർട്ടർമാരെ പാറ്റകൾ ഉപദ്രവിച്ചു. സിബ് തുറന്ന് വനിതാ മാധ്യമ പ്രവർത്തകർക്കു നേരെ ചില പാറ്റകൾ ലിംഗ പ്രദർശനം നടത്തി. ഹനുമാൻ ക്ഷേത്രത്തിന് കല്ലെറിഞ്ഞു. मंदिरों पर पत्थरबाजी हो रही है गाइस, मंदिर से लोग पत्थर मार रहे हैं. സ്വകാര്യ വാഹനങ്ങൾ നശിപ്പിച്ചു. പോലീസ് വണ്ടികൾ അടിച്ചു തകർത്ത് തള്ളിമറിച്ചിട്ടു. പുരുഷ മാപ്രകളെ മർദ്ദിച്ചു. മോദിജിയെ വെടിവെച്ചിടണമെന്ന് പാറ്റകൾ ആഹ്വാനിച്ചു കളഞ്ഞു. ഭാരതത്തെ നേപ്പാളാക്കുമെന്ന് അവറ്റകൾ ആക്രോശിച്ചു. അങ്ങനെയുള്ളവരെയാണ് സമാധാന സുന്ദരമായി സമരം ചെയ്യുന്ന കുഞ്ഞാടുകളായി മലയാളത്തിലെ നടീനടന്മാർ പൊതുസമൂഹത്തിന് മുന്നിൽ വിശേഷിപ്പിച്ചത്. അവരുടെ അക്രമസമരത്തെയാണ് നിഷ്കളങ്കരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ മാതൃകാപരമായിട്ടുള്ള പ്രതിഷേധമായി മാധ്യമങ്ങൾ അവതരിപ്പിച്ചത്. ഇതാണ് ഈ രാജ്യത്തിന്റെ പൾസ്. ഈ പൾസ് വായിച്ചെടുക്കാൻ ഇപ്പോഴും കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല. അവരിപ്പോഴും ധിക്കാരത്തിന്റെ, അഹങ്കാരത്തിന്റെ, അഹന്തയുടെ തടവറയിലാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. ആ ജനാധിപത്യ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ ഇന്നലെ തലതാഴ്ത്തി നിൽക്കേണ്ടി വന്നില്ലേ? എന്തൊരു ബ്രൂട്ടാലിറ്റിയാണ്. കുറെ നേരം ഇന്റർനെറ്റ് ഷട്ട് ഡൗണിലൂടെ അവർക്ക് ആ വിഷ്വൽസ് പിടിച്ചു വെക്കാൻ കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരം മുതൽ പുറത്തേക്ക് ഇറങ്ങുന്ന ഇന്റർനെറ്റ് ഹൈവേയിലേക്ക് തുറന്നുവിടപ്പെട്ടിരിക്കുന്ന വിഷ്വൽസ്, അതിന്റെ ഫോട്ടോസ് എന്താണ് തെളിയിക്കുന്നത്? ഈ കാണുന്ന കാഴ്ച കണ്ടില്ലേ? പുരുഷ പോലീസിനാൽ സ്വന്തം വസ്ത്രം കീറപ്പെട്ട പെൺകുട്ടി കീറിയ വസ്ത്രവുമായി സമരസ്ഥലത്തിരിക്കുകയാണ് മനനനഞ്ഞ്. ആരാണ് ഇതിനൊക്കെ പിന്നിൽ? ആരാണ്? ഒറ്റ കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. യാതൊരു ചലനവും കേരളത്തിൽ ഉണ്ടാക്കാതിരുന്ന പാറ്റ സമരം എങ്ങനെ ഇത്രത്തോളം ശ്രദ്ധേയമായി? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യം തൃശ്ശൂരുകാരിയായിട്ടുള്ള ഒരു ഗായികയാണ് പാറ്റകളെ പിന്തുണച്ച് രംഗത്ത് വന്നത്. ഒട്ടും വൈകാതെ ടൊവിനോ തോമസ് പ്രതികരിച്ചു.
ജനാധിപത്യത്തിലുള്ള വിശ്വാസം ചോർന്നു പോകുന്നതായി അയാൾ വേവലാതിപ്പെടുക പോലും ചെയ്തു. തൊട്ടു പിന്നാലെ ചെറുതും വലുതുമായിട്ടുള്ള പല നടീനടന്മാരും പാറ്റകൾക്ക് പിന്തുണയുമായി വന്നു. പിന്തുണ നൽകിയ മുന്തിയവന്മാർക്ക് അതിന്റെ ഗുണം പല നിലയിൽ ലഭിച്ചിരിക്കാമെന്ന് പറയുന്ന ഒരു വിശ്വാസമാണ് പോങ്ങനുള്ളത്. എന്തായാലും ഗുണം പറ്റിക്കൊണ്ട് മുന്തിയവന്മാർ പാറ്റകളെ പിന്തുണച്ചതുകൊണ്ട് മാത്രം കനത്താസനം താങ്ങികളും അവറ്റകളുടെ അടിമകളുമായിട്ടുള്ള ഫാനരവർഗം യാതൊരു ഗുണവും പറ്റാതെ പാറ്റാപ്രേമികളായി സ്വയം കബളിപ്പിച്ചു. കാരണം തങ്ങൾ ആരാധിക്കുന്നവർ പാറ്റാപ്രേമികളായി കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങളും പാറ്റാപ്രേമികളാവണം എന്ന് പറയുന്ന യുക്തിയോടുകൂടി സത്യത്തിൽ ആൾക്കൂട്ടത്തിന്റെയും ആരാധക മൂല്യമുള്ള മനുഷ്യരുടെയും ഒക്കെ അഭിപ്രായത്തിനൊപ്പം നീങ്ങാനുള്ള ഒരുതരം ദൗർബല്യം ദുർബല ചിത്തരും ശുദ്ധബുദ്ധരും അതുപോലെ തന്നെ ചിന്തിക്കാൻ സമയമില്ലാത്ത തിരക്കാളികളുമൊക്കെ പൊതുവെ പേറാറുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ മിക്കവാറും പ്രബുദ്ധ മലയാളികൾ പാറ്റാപ്രേമികളായി മാറിയും കഴിഞ്ഞു. അവഗണിക്കപ്പെട്ട് കിടന്ന പാറ്റകളെ ഏറ്റെടുത്ത് പോറ്റി കലാപകാരികളാക്കി ശക്തിപ്പെടുത്തിയവർ ആരാണ്? പാറ്റകളെ പിന്തുണയ്ക്കാത്തവരെ പിന്തിരിപ്പരും ഭീരുക്കളും അയോഗ്യരും സംഘികളുമൊക്കെയായി ചാപ്പകുത്തുന്ന കുറുക്കന്മാർ ആരാണ്? ഒരു സാധാരണ പ്രതികരണ തൊഴിലാളി എന്ന നിലയിൽ പച്ചയ്ക്ക് പറയാൻ എനിക്ക് പരിമിതികളുണ്ട്. പക്ഷേ വളരെ വ്യക്തമായി എനിക്കിതറിയാം, പറയാൻ പറ്റില്ല. വ്യക്തമായ തെളിവുകൾ നിരത്താൻ സാധിക്കാത്ത പക്ഷം വെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പൊതുസമൂഹത്തിന് മുന്നിൽ ആരെയും കുറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്താൻ കഴിവും സൗകര്യവുമുള്ള സാമ്പ്രദായിക മാധ്യമങ്ങൾക്കത് വളരെ നിഷ്പ്രയാസം തെളിവ് നിരത്തി പറയാവുന്നതേ ഉള്ളൂ. അവർക്കും ഇതൊക്കെ അറിയാം. പക്ഷെ അവരും പാറ്റകളെ പിന്തുണയ്ക്കുന്ന കുറുക്കന്മാരുടെ കീശ നക്കി നിൽക്കുകയാണ് എന്ന് വേണം സംശയിക്കാൻ. പുലർച്ചെ എഴുന്നേറ്റ് തലേന്ന് തിന്നതെല്ലാം തൂറിയിട്ട് സത്യം മാത്രം പറയാൻ വരുന്ന ഏതാനും യൂട്യൂബ് ജേർണലിസ്റ്റുകൾ നമുക്കുണ്ടല്ലോ, അല്ലേ? സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും കാവലാളുകൾ. അവരും പക്ഷേ കച്ചവട ബുദ്ധരാണ്. ഒരു നഷ്ടവും സഹിക്കാൻ താല്പര്യമില്ലാത്തവരും ഒരു നഷ്ടവും സഹിക്കാനുള്ള മനോബലവും ഇല്ലാത്തവരാണവർ. പാറ്റകളെ ഹൃദയം കൊണ്ട് തലോടി സർക്കാർ പ്രേമികളെ നാവ് കൊണ്ട് കുളിരണിയിച്ച് അവരെ നാണ്യമൃഗങ്ങളാക്കി സ്വന്തം ചാനൽ തൊഴുത്തിൽ കെട്ടിയിട്ട് കറക്കുകയാണ് അവറ്റകൾ. എന്തായാലും ഞാനൊരു കൗതുകം നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കാൻ കേട്ടോ. ഒരു വെറും കൗതുകം, ഒരു ദുരുദ്ദേശവും ഇല്ലാതെ ഒരു കൗതുകം പങ്കുവെക്കാം. പൊതുവെ മിക്ക ക്രൈസ്തവ പുരോഹിതന്മാരെയും സിനിമയും സിനിമാക്കാരും ഒന്നും അത്ര കണ്ട് സ്വാധീനിക്കാറില്ല എന്നാണ് പോങ്ങൻ മനസ്സിലാക്കി വെച്ചിരുന്നത്. എന്നാൽ ഒരു പുരോഹിതൻ വിസ്മയ മോഹൻലാലിന്റെ പ്രസ്താവന സ്വന്തം ഫേസ്ബുക്ക് പേജിൽ ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പോങ്ങൻ കണ്ടു. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മകൻ മാധവും ആ അച്ഛന്റെ പേജിലുണ്ട്. മറ്റൊരു പുരോഹിതൻ സിനിമാക്കാരെയൊന്നുമല്ല, സാക്ഷാൽ പാറ്റയെ തന്നെയാണ് പടമാക്കിയിട്ടിരിക്കുന്നത്. എന്ന് മാത്രവുമല്ല, ആ പുരോഹിതൻ പാറ്റയെ മുന്നിൽ നിർത്തി കേന്ദ്ര സർക്കാരിനെതിരായി രാഷ്ട്രീയ പോസ്റ്റും നാട്ടിയിട്ടുണ്ട്. സിനിമാ പ്രേമവും കക്ഷി രാഷ്ട്രീയവും ഒന്നും കത്തനാന്മാർക്ക് പാടില്ല എന്നല്ല കേട്ടോ പോങ്ങൻ പറഞ്ഞത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ആരും. മാത്രവുമല്ല, ഈ ഇടയ ലേഖനമായി പറയുന്ന പലതും ഫേസ്ബുക്ക് ലേഖനമായി മാറുന്നുണ്ട് എങ്കിൽ അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പോങ്ങനെ പോലുള്ളവർക്കും ഇതൊക്കെ വായിച്ചു മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ, അല്ലേ? എന്തായാലും പുരോഹിതന്മാരുടെ ഈ പാറ്റാപ്രേമവും വിസ്മയ മോഹൻലാലിന്റെ പ്രസ്താവന പങ്കുവെക്കലും ഒക്കെ കണ്ടപ്പോൾ ഒരു കാര്യം വളരെ കൗതുകമായി പോങ്ങനൊപ്പം കൂടി. അതായത് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്ന വിശേഷണത്തോടുകൂടി കേരളം ഏറ്റെടുത്ത സിനിമയായിരുന്നല്ലോ 2018. കേരളം ഏറ്റെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് കമ്മികൾക്ക് അതത്ര കണ്ട് താല്പര്യം തോന്നിയിരുന്നില്ല. കാരണം അതിനകത്ത് ദിമാറമരമന്നനെ വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല എന്നും കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി പ്രളയത്തെ നേരിടാൻ വേണ്ടി വള്ളമെടുക്കാൻ പറഞ്ഞത് അച്ഛന്മാരാണ്, അതുകൊണ്ട് അവർക്കാണ് അതിനകത്ത് കൂടുതലായിട്ടും പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള മട്ടിലൊക്കെയുള്ള ഒരു ചർച്ച നമ്മൾ ഇവിടെ നടന്നിരുന്നു. എന്തായാലും ആ സിനിമയെ പ്രകീർത്തിച്ചുകൊണ്ട് പല അച്ഛന്മാരും പ്രസ്താവന ഇറക്കിയത് പോകാൻ ഓർക്കുന്നുണ്ട്. പുരോഹിതരുടെ അടക്കം സകല മലയാളികളുടെയും പ്രിയം പിടിച്ചു പറ്റിയിട്ടുള്ള ആ സിനിമയുടെ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് ആണ്. ഇനിയാണ് ആകസ്മികതകളുടെ അയ്യരകളി പോങ്ങൻ കണ്ടത്. യാദൃശ്ചികതയാണ്, ഞാൻ അതിനകത്തൊന്നും ഒരിക്കലും മോശമായി ഒന്നും പറയല്ല. അതായത് ഏറ്റവും ഒടുക്കം പള്ളിച്ചട്ടമ്പിയായി തിയേറ്ററിൽ വന്നവനും പ്രഥമ പാറ്റാപ്രേമിയുമായിട്ടുള്ള നമ്മുടെ ടൊവിനോ തോമസ് ജൂഡിന്റെ പടമായിട്ടുള്ള 2018 നായകനായിരുന്നു, അല്ലേ? 2018 ചെയ്ത അതേ ജൂഡ് ആന്റണി ജോസഫ് തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന സിനിമയിലൂടെ വിസ്മയ മോഹൻലാലിനും ആന്റണിയുടെ മകനും സിനിമയിലേക്കുള്ള തുടക്കം നൽകുന്നതും, അല്ലേ? പല പുരോഹിതർക്കും ഇഷ്ടപ്പെട്ട 2018 എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകന്റെ പുതിയ പടത്തിലെ നായികയെ ഒരു പുരോഹിതൻ കവർ ചിത്രമാക്കി കണ്ടപ്പോൾ തോന്നിയ കൗതുകമാണ് എന്റെ പരതലിന് കാരണമായത്. സ്വാഭാവികമായിട്ടും 2018 എന്ന് പറയുന്ന സിനിമ ഇഷ്ടപ്പെട്ട ഏതോ ഒരു അച്ഛൻ 2018 സംവിധാനം ചെയ്തിട്ടുള്ള ആ സിനിമയുടെ സംവിധായകനായിട്ടുള്ള വ്യക്തിയുടെ മറ്റൊരു പടത്തോട് സ്വാഭാവികമായ ഒരു സ്നേഹം തോന്നുന്നതും അടുപ്പം തോന്നുന്നതും താല്പര്യം തോന്നുന്നതും അത്ഭുതമൊന്നുമില്ല. അതിനകത്ത് സ്വാഭാവികമാണ് അത്, അല്ലേ? അങ്ങനെ ആയിരിക്കും വിസ്മയ മോഹൻലാലിന്റെ പടം അദ്ദേഹം പകർത്തിയ അല്ലെങ്കിൽ തലക്കെട്ടായിട്ട് ഇട്ടിരിക്കുന്നത് എന്നുള്ള ഒരു വിചാരം എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഞാനൊന്ന് മനസ്സിരുത്തി നോക്കി. എന്നാൽ അങ്ങനല്ല
വിസ്മയുടെ സിനിമയെ പറ്റിയല്ല, വിസ്മയുടെ പാറ്റാപ്രേമത്തെയാണ് പുരോഹിതൻ അഭിസംബോധന ചെയ്തത്. അതുപോലെ സുരേഷ് ഗോപിയുടെ മകനായിട്ടുള്ള മാധവിന്റെ പാറ്റാപ്രേമവും അദ്ദേഹം പേജിലിട്ട് ആദരിക്കുന്നുണ്ട്. അപ്പോൾ സംഘിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ മകനെയൊക്കെ എന്തിനാണാവോ ഇദ്ദേഹം അങ്ങനെ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുന്നത്? കാരണം പാറ്റാപ്രേമം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് സംഘികളോട് പൊതുവെ ഒരു വിരോധം സൂക്ഷിക്കുന്ന ഒരാളാവേണ്ടതുണ്ട് അച്ഛൻ്റെ ഒരു മനോഭാവം വെച്ച്. അപ്പോൾ സുരേഷ് ഗോപിയുടെ മകനെ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കൊടുത്തല്ലോ എന്ന് പറയുന്ന ഒരു കുറച്ചുകൂടി ദൃശ്യത മാധവിന് നൽകിയല്ലോ എന്ന് പറയുന്ന സന്തോഷത്തോടു കൂടിയാണോ അതോ അത്ഭുതത്തോടെയാണോ ഞാനത് നോക്കിയപ്പോൾ സംഭവം എന്താ? മാധവ് സുരേഷിന്റെ പാറ്റാപ്രേമം തന്നെയാണ് അച്ഛൻ്റെ താല്പര്യം. ഇനി മറ്റൊരു രസം എന്താണെന്ന് വെച്ചാൽ, ഈ മാധവ് സുരേഷ് ഒരു ക്രൈസ്തവ പെൺകുട്ടിയെ ലവ് ജിഹാദിൽ വക കൊള്ളാത്ത വിധം പ്രേമിക്കുന്നു എന്ന് പറയുന്ന വാർത്ത കേട്ട കാര്യം പോകാൻ വെറുതെ ഒന്ന് ഓർത്തുപോയി കേട്ടോ. അതിപ്പോഴും യൂട്യൂബിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷമൊക്കെ വളരെ കാര്യമായിട്ട് ആത്മാർത്ഥമായി ആളുകളൊക്കെ ചർച്ച ചെയ്തതാണ്. സംഖ്യയായിട്ടുള്ള ഒരു അച്ഛൻ്റെ മകൻ ഒരു ക്രൈസ്തവ പെൺകുട്ടി വിവാഹം കഴിക്കുന്നതിൽ ഒരു കൗതുകമൊക്കെ കണ്ടു. അങ്ങനെയാണത് ചർച്ചയായത്. എനിക്കും സന്തോഷമൊക്കെ തോന്നി. നല്ല കാര്യമാണ്. പുതിയ കുട്ടികൾ ജാതിക്കും മതത്തിനും അതീതമായിട്ടൊക്കെ ജീവിക്കട്ടെ, മതബാധ കൂടാതെ വിവാഹങ്ങൾ കഴിക്കട്ടെ, അതൊക്കെ നല്ല കാര്യമാണ്. അതെന്തായാലും ധാരാളം പാതിരിമാർ പാതിരാവിലൂടെ അവരുടെ കുഞ്ഞാടുകളെയും തെളിച്ചുകൊണ്ട് പാറ്റകളെ പരിപോഷിപ്പിക്കാനായി പോകുന്നത് കൂടി കണ്ടപ്പോഴാണ് പോങ്ങൻ ഈ സംസാരത്തിനായി നാവെടുക്കണം അല്ലെങ്കിൽ നാവെടുക്കാം എന്ന് തോന്നിയത്. चर्च के फादर्स, सिस्टर्स, नन्स अचानक से सीजेपी के प्रोटेस्ट को ज्वाइन करने के लिए जंतर मंतर पहुंच गए हैं. जैसे ये न्यूज मैंने देखी, मैंने इतिहास के पन्ने पलटे कि इससे पहले कौन सा सामाजिक प्रोटेस्ट इन लोगों के द्वारा ज्वाइन किया गया है. तो इसका आंसर है कोई भी नहीं. क्या ये लोग यहाँ पर स्टूडेंट्स के लिए आए हैं? तो मेरा आंसर ना है, आपका कुछ भी हो सकता है. आप लोग ചോദ്യപേപ്പർ ചോർന്ന നീറ്റ് പരീക്ഷയ്ക്ക് പകരം വളരെ ഭംഗിയായി വീണ്ടും പരീക്ഷ നടന്നു ഇല്ലേ? ചോദ്യപേപ്പർ ചോർത്തിയവരെ കണ്ടെത്തി അവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും വേണ്ട നിലയിലുള്ള പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുകയും കൂടുതൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെയും പിടിക്കും, ശിക്ഷിക്കുമെന്ന് അധികാരികൾ പറഞ്ഞിട്ടുമുണ്ട്. ഇത്തരം കുറ്റങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടുന്ന പരിശ്രമം സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതും പരമാർത്ഥമാണ്. എന്നിട്ടും പാതിരാവിൽ പാതിരിമാർ പാറ്റകളെ പരിപാലിക്കാൻ പോകുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? അറിവുള്ളവർ പോകണമെന്ന് പറഞ്ഞു തരാമോ? പിന്നെ തോമസ് പുത്ര, പള്ളിച്ചട്ടമ്പി, ടൊവിനോ മറന്നിട്ടില്ല കേട്ടോ. നീയും പോകാൻ വരുമല്ലോ. അപ്പോൾ മക്കളൊന്ന് കാത്തിരിക്കുക, പറയും. ചെറുതായിട്ടൊക്കെ ഒന്ന് നമുക്ക് പരാമർശിച്ചൊക്കെ പോകേണ്ടതുണ്ട്. കാരണം ജനാധിപത്യത്തിലുള്ള ആ വിശ്വാസമൊക്കെ അങ്ങനെ ചോർന്ന് ഈ പ്രായത്തിലെ ചോർന്ന് പോകുന്നത് നല്ലതല്ലോ പള്ളിച്ചട്ടമ്പി, തോമസ് പുത്ര, ടൊവിനോ അല്ലേ? ഇപ്പം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് തോന്നുന്നുണ്ട്. നാളെ ആയിക്കോട്ടെ, ധൃതിയില്ലാന്നേ. നമുക്ക് ഞാൻ പെരുന്നാളിന് വെച്ചിരിക്കുകയാണ്. പിന്നെ ഹരിദാസപുത്രി രഞ്ജിനി, പാകിസ്ഥാനും ചൈനയും ഒന്നും തന്നില്ല എന്നുള്ള കാര്യം സത്യമാണ്. അവരാരും ഒന്നും തന്നിട്ടില്ല. എന്നാൽ ആരിൽ നിന്നും ഒന്നും കിട്ടിയില്ല എങ്കിൽ കയ്യിലെ കാശും കൊടുത്ത് അവിടെ തിന്നും കുടിച്ചും തൂറിയും അങ്ങനെ അങ്ങോട്ടേക്ക് അലയേണ്ട കാര്യമുണ്ടോ? വായനറേ ആംഗലേയവും സ്വഭാവം കവിഞ്ഞ് നാണമില്ലായ്മയുമുള്ള ആർക്കും ഒരു രഞ്ജിനി ഹരിദാസ് ആവാൻ ഇന്ന് സാധിക്കും. അവിടെ അത്തരക്കാർ ധാരാളമുണ്ട്. ഒരുപാട് രഞ്ജിനി ഹരിദാസ്മാരുണ്ട് അവിടെ, അല്ലേ? ഇതേ ഗുണങ്ങളുള്ള വായനറേ ആംഗലേയവും സ്വഭാവത്തിൽ നാണമില്ലായ്മയുമുള്ള ഒരുപാട് രഞ്ജിനി ഹരിദാസുമാർ അവിടെയുണ്ട്. എന്നാൽ നായാസക്തയും ശ്വാനാവകാശ സംരക്ഷകയുമായിട്ടുള്ള ഒരു രഞ്ജിനിയെ കേരളീയ ശ്വാന സമൂഹം തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട്. ദില്ലിയിലെ പാറ്റകൾക്കല്ല, കേരളത്തിലെ പട്ടികൾക്കാണ് താങ്കളെ ആവശ്യമുള്ളത് രഞ്ജിനി. താങ്കളുടെ വരവും കാത്ത് ഇവിടെ കുരച്ചു കഴിയുന്ന പട്ടികളെ അങ്ങനെ അങ്ങ് മറക്കാനാവുമോ? മറക്കാൻ പാടുണ്ടോ രഞ്ജിനി? 5 പൈസയുടെ ഗുണമില്ല എങ്കിൽ പിന്നെ ഇക്കണ്ട പട്ടികളെയെല്ലാം വിട്ടിട്ട് അവിടെ ചെന്ന് പാറ്റകൾക്ക് മുന്നിൽ ഗോഷ്ടി കാണിച്ച് കഴിയുന്നത് ചുമ്മാ പോക്കണം കേട്ട പണിയല്ലേ? പെങ്ങളിങ് വാ.